ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിക് ലിമിറ്റാണ്. ഓക്കെ, ട്രിഗണോമെട്രിക് ലിമിറ്റ് ഇതിലാകെ നമുക്ക് പഠിക്കാനുള്ള ഫോർമുല ഇതാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈക്വൽസ് 1 ആണ്. ഓക്കെ, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈക്വൽസ് 1 ആണ്. അത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ തീറ്റ ആണെങ്കിൽ എല്ലാം തീറ്റ തന്നെയായിരിക്കണം. ഓക്കെ, എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ വരേണ്ടത് സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽസ് 1. ഞാൻ വേറെ രീതി പറയുകയാണെങ്കിൽ, ലിമിറ്റ് ഇവിടെ എക്സ് പ്ലസ് എ ആ വരുന്നതെന്ന് വിചാരിക്കും. എക്സ് പ്ലസ് എ ടെൻസ് ടു 0 അങ്ങനെയാണെങ്കിൽ ഇത് വരേണ്ടത് സൈൻ എക്സ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ. അതിൻ്റെ ആൻസറും 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സൈഡിൽ വരുന്നത് അത് തന്നെ സൈനിൻ്റെ ആംഗിളായിട്ട് വരണം, അടിയിൽ ഡിനോമിനേറ്ററായിട്ടും വരണം. ഓക്കെ, ഇതാണ് ട്രിഗ്നോമെട്രിക് ലിമിറ്റ്. ഇതാണ് ബേസിക്കായിട്ട് പഠിക്കാനുള്ള ഒരു ഫോർമുല. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ വരികയാണെന്ന് വിചാരിക്കാം. ക്വസ്റ്റ്യൻ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ എം തീറ്റ ബൈ തീറ്റ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യും? ഇവാലുവേറ്റ് ആണ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് സൈൻ തീറ്റ ടെൻസ് ടു 0 സൈൻ എം തീറ്റ ബൈ തീറ്റ. അപ്പോൾ നമുക്ക് ഇതുപോലെ വരുന്നതെന്ന് വിചാരിക്കേ. ലിമിറ്റ് എം തീറ്റ ടെൻസ് ടു 0 സൈൻ എം തീറ്റ ബൈ എം തീറ്റ എന്നായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ എന്തെഴുതാം? 1 എന്ന് എഴുതാം. കാരണം എം തീറ്റ വന്ന ആംഗിൾ ആ ഒരു വാല്യൂ തന്നെയാണ് സൈനിൻ്റെ ആംഗിളായിട്ട് വന്നത്, അടിയിലെ ഫ്രാക്ഷനായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിലേക്ക് മാറ്റണം. ലിമിറ്റ് എം തീറ്റ ടെൻസ് ടു 0 സൈൻ എം തീറ്റ ബൈ എം തീറ്റയിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, തീറ്റ 0യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ എം വെച്ച് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എം തീറ്റ ടെൻസ് ടു എം ഇൻറ്റു 0 മീൻസ് എം തീറ്റ ടെൻസ് ടു 0. അപ്പോൾ തീറ്റ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എം തീറ്റ ടെൻസ് ടു 0 എന്നാണ്. അത് നമ്മളൊന്ന് മാറ്റി എഴുതണം. നമ്മുടെ പ്രോബ്ലം ഇങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്യും. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0ക്ക് പകരം നമുക്ക് എം തീറ്റ ടെൻസ് ടു 0 എന്ന് എഴുതാം. സൈൻ എം തീറ്റ ബൈ തീറ്റ. ഇത് ക്വസ്റ്റ്യനാണ്, ബാക്കി ക്വസ്റ്റ്യനിലുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ എഴുതിയ ഫോർമുലയിലേക്ക് എത്തിക്കാനായിട്ട് എന്തുകൂടെ മതി? താഴെ ഒരു എം കൂടെ മതി അല്ലേ? അപ്പോൾ ആ താഴെ ഒരു എം നമുക്ക് ഒറ്റയടിക്ക് ഇടാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലിമിറ്റ് എം തീറ്റ ടെൻസ് ടു 0 സൈൻ എം തീറ്റ ബൈ തീറ്റ എന്നല്ലേ. അപ്പം മുകളിൽ ഒരു എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതുകൊണ്ട് തന്നെ താഴെ ഒരു എം ഇടുക. താഴെ ഒരു എം ഇടാൻ വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ ഫോർമുലയിൽ എത്തിക്കണമെങ്കിൽ താഴെ ഒരു എം വേണം. ആ താഴത്തെ ഒരു എം ഇടണമെങ്കിൽ നമ്മൾ മുകളിൽ ഒരു എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ ആലോചിച്ച് നോക്കിയേ, ലിമിറ്റ് എം തീറ്റ ടെൻസ് ടു 0 സൈൻ എം തീറ്റ ബൈ എം തീറ്റ എന്ന് ഇവിടെ വന്നില്ലേ? ഇതിന് ഒറ്റയടിക്ക് നമുക്ക് 1 എന്ന് കൊടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് സൈൻ എം തീറ്റ ടെൻസ് 0 ലിമിറ്റ് എം തീറ്റ ടെൻസ് 0 സൈൻ എം തീറ്റ ബൈ എം തീറ്റ 1 ആണെന്ന്. അപ്പോൾ 1 ഇൻറ്റു ഈ മുകളിൽ കിടക്കുന്ന എം ഇല്ലേ, ഇത് ഈ എം മൾട്ടിപ്ലൈ 1 ഇൻറ്റു എം ഈക്വൽസ് എം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് സൈൻ തീറ്റ ടെൻസ് ടു 0 സൈൻ എം തീറ്റ ബൈ സൈൻ എം തീറ്റ. അപ്പോൾ സൈൻ എം തീറ്റ വരുന്ന ഫോർമുല എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകൂടെ പറയാം. നമുക്ക് അറിയാവുന്ന ഫോർമുല ഇതാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് 0 സൈൻ തീറ്റ ബൈ തീറ്റ എന്നാണ്. അതിൻ്റെ ആൻസർ 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് എഴുതാം ലിമിറ്റ് തീറ്റ ടെൻസ് 0ക്ക് പകരം എം തീറ്റ ആക്കുകയാണെങ്കിൽ സൈൻ എം തീറ്റ ബൈ എം തീറ്റയാണ് 1. ഓക്കെ, എൻ തീറ്റ വെച്ച് സൈൻ എൻ തീറ്റ ആണെങ്കിലോ ലിമിറ്റ് എൻ തീറ്റ ടെൻസ് 0 സൈൻ എൻ തീറ്റ ബൈ എൻ തീറ്റയും 1 ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ
ഈ രണ്ട് ഫോർമുലയും വരുന്ന രീതിയിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു തീറ്റയുടെ കുറവുണ്ടല്ലോ, സൈൻ തീറ്റ ബൈ തീറ്റ അല്ലെങ്കിൽ സൈൻ എം തീറ്റ ബൈ എം തീറ്റ എന്തൊക്കെ പറഞ്ഞാലും ഒരു തീറ്റയുടെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഈ ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യനെ ഒന്നുകൂടെ മാറ്റി എഴുതാൻ. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ എം തീറ്റ ബൈ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ എൻ തീറ്റ ബൈ തീറ്റ. ഇനി ലിമിറ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ എം തീറ്റ ബൈ തീറ്റക്ക് ഞാൻ ലിമിറ്റ് കൊടുത്തു ഡിവൈഡഡ് ബൈ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ എൻ തീറ്റ ബൈ തീറ്റയ്ക്കും ഞാൻ ലിമിറ്റ് കൊടുത്തു. ഓക്കെ, അതായത് ലിമിറ്റ് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഈ മുകളിൽ കിടക്കുന്ന ലിമിറ്റില്ലേ സൈൻ തീറ്റ ടെൻസ് 0, അത് നമുക്ക് ഈസി ആയിട്ട് മാറ്റാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, തീറ്റ ടെൻസ് 0 എന്ന് പറഞ്ഞാൽ എം തീറ്റ ടെൻസ് 0 എന്നാണ്. ഓക്കെ, തീറ്റ ടെൻസ് ടു 0 മീൻസ് എം തീറ്റ ടെൻസ് 0. അതുപോലെ തന്നെ തീറ്റ ടെൻസ് 0 മീൻസ് എൻ തീറ്റ ടെൻസ് ടു 0 എന്നാണ്. അതായത് രണ്ട് സൈഡിലും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ഒന്നുകൂടെ കാണിക്കാം. തീറ്റ ടെൻസ് 0ൻ്റെ രണ്ട് സൈഡിലും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ പോലെ തന്നെ എൻ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. മീൻസ് എം ഇൻറ്റു ഒന്നുകൂടെ എൻ ഇൻറ്റു തീറ്റ ടെൻസ് ടു എൻ ഇൻറ്റു 0. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എൻ തീറ്റ ടെൻസ് ടു 0 എന്ന് വന്നു. ഓക്കെ, തീറ്റ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എം തീറ്റ ടെൻസ് ടു 0 എന്നുമാണ്. തീറ്റ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എൻ തീറ്റ ടെൻസ് ടു 0 എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ലിമിറ്റിൽ എം ആണ് സൈനിൻ്റെ അകത്ത് വന്നതുകൊണ്ട് അവിടെ എൻ്റെ സൗകര്യത്തിന് എം തീറ്റ ടെൻസ് ടു 0 എന്ന് എഴുതി. സൈൻ എം തീറ്റ ബൈ തീറ്റ ഡിവൈഡഡ് ബൈ ലിമിറ്റ് താഴെ എൻ തീറ്റയാണ് വേണ്ടത്. എൻ തീറ്റ ടെൻസ് 0 സൈൻ എൻ തീറ്റ ബൈ തീറ്റ. ഓക്കെ, ഇനി ഒരു കാര്യം നമ്മുടെ ഫോർമുലയിലേക്ക് നോക്കുക. ഇവിടെ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് കേട്ടോ. ലിമിറ്റ് എം തീറ്റ ടെൻസ് ടു 0 സൈൻ എം തീറ്റ ബൈ എം തീറ്റയാണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തെഴുതിയ ഈ ഭാഗത്ത് തീറ്റ മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ അത് എം തീറ്റ ആക്കണം. അപ്പോൾ എം തീറ്റ ആക്കണമെങ്കിൽ ഇവിടെ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. താഴെയാണെങ്കിൽ ഇവിടെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ വരും? ലിമിറ്റ് എം തീറ്റ ടെൻസ് ടു 0 സൈൻ എം തീറ്റ ബൈ എം തീറ്റ ഇൻറ്റു എം എന്നുണ്ട് അല്ലേ, ഡിവൈഡഡ് ബൈ ലിമിറ്റ് എൻ തീറ്റ ടെൻസ് ടു 0 സൈൻ എൻ തീറ്റ ബൈ എൻ തീറ്റ ഇൻറ്റു എൻ. അപ്പോൾ ഇത്രയും ഭാഗത്തിന് എനിക്ക് 1 എന്ന് കൊടുക്കാം. മുകളിൽ റിസൾട്ട് ഉണ്ടല്ലോ, അതുപോലെ ഇത്രയും ഭാഗത്തിനും 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇൻറ്റു ഒരു കാര്യം നോക്കാം, ഇവിടെ എൻ എന്നാണേ, ഞാൻ എടുത്തെഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ഇവിടെ എൻ ആണ്. ഓക്കെ, അപ്പോൾ ആ മുകളിൽ ഇത്രയും ഭാഗത്തിന് ഞാൻ 1 കൊടുത്തു. 1 ഇൻറ്റു എം. ഇത്രയും ഭാഗത്തിന് 1 ഡിവൈഡഡ് ബൈ ഇത്രയും ഭാഗത്തിന് 1 കൊടുത്തു. 1 ഇൻറ്റു എൻ. അപ്പോൾ ആൻസർ എം ബൈ എൻ ആണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ്. നമുക്ക് ആകെ അറിയാവുന്ന ഒരു ട്രിഗ്നോമെട്രിക് ലിമിറ്റിൻ്റെ ഫോർമുല ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ആണ് 1. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം? അറിയാവുന്നത് ടാൻ എക്സിന് പുട്ട് ടാൻ എക്സ് ഈക്വൽസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സിന് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി സൈൻ എക്സ് ബൈ കോസ് എക്സ് ബൈ എക്സ് ഇല്ലേ, അതൊന്ന് നോക്കിയേ. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സിന് ഞാനിങ്ങനെ എഴുതാണ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ബൈ 1. അപ്പോൾ
sin x by cos x into 1 by x equals limit x tends to 0 sin x by cos x into 1 by x എന്നല്ലേ. ഓക്കെ, ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സിൻ്റെ അടിയിലേക്ക് ഞാൻ എക്സ് എഴുതുകയാണ്. കാരണം നമുക്ക് സൈൻ എക്സ് ബൈ എക്സിന് ഒറ്റയടിക്ക് 1 എന്ന് എഴുതാമല്ലോ. ബാക്കിയുള്ള 1 ബൈ കോസ് എക്സും എഴുതി. എക്സിൻ്റെ കോസ് എക്സ് എന്ന് പറഞ്ഞാലും കോസ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാലും ഒന്നല്ലേ. അപ്പം ഇങ്ങനെ എഴുതാം. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0നെ സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ കോസ് എക്സ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇത്രയും ഭാഗത്തിന് നമുക്ക് ആൻസർ 1 എന്ന് എഴുതാം. കാരണം നമുക്കൊരു റിസൾട്ട് ഉണ്ട്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഓക്കെ, ഇതാണ് ആ റിസൾട്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സിൻ്റെ ആൻസർ 1 എന്നാണ്. 1 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ കോസ് എക്സ് എന്നായി. പിന്നെ എക്സിൻ്റെ 0 എന്നുള്ള വാല്യൂ, എക്സ് ടെൻസ് ടു 0 എന്നുള്ള വാല്യൂ എക്സിന് ഇട്ട് കൊടുക്കുക. കോസ് എക്സിലെ എക്സിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 ഇൻറ്റു 1 ബൈ കോസ് 0 ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഈ ലിമിറ്റ് അങ്ങ് അപ്ലൈ ചെയ്തു. എക്സിന് കോസ് എക്സിൻ്റെ എക്സിന് 0 കൊടുത്തു. 1 ഇൻറ്റു 1 ബൈ കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. കോസ് 0 ഈക്വൽസ് 1. Since cos 0 equals 1, we can write 1 into 1 by 1. It is equals 1. Okay. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഇവാലുവേറ്റ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു പൈ ബൈ 2 കോസ് തീറ്റ ബൈ പൈ ബൈ 2 മൈനസ് തീറ്റ. അപ്പോൾ ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഉള്ള അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഉള്ള ലിമിറ്റ്, അതിന് ഒരു ഫോർമുല മാത്രമാണ് നമ്മൾ പഠിക്കുന്നുള്ളൂ. അതിങ്ങനെയാണ്, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈക്വൽസ് 1 ആണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ കോസ് തീറ്റയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ സൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതൊരു പ്രോസസ്സാണ്. പിന്നെ ഡിനോമിനേറ്ററിൽ തീറ്റയാണ് വന്നത്, പക്ഷേ ക്വസ്റ്റ്യനിൽ പൈ ബൈ 2 മൈനസ് തീറ്റ എന്നാണ് കിടക്കുന്നത്. അതും മാറ്റണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സപ്പോസ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് എഴുതാമായിരുന്നു? പൈ ബൈ 2 മൈനസ് തീറ്റ ടെൻസ് ടു 0 സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ ബൈ പൈ ബൈ 2 മൈനസ് തീറ്റ എന്നായിരുന്നെങ്കിൽ എല്ലാത്തിനും പൈ ബൈ 2 മൈനസ് തീറ്റ, ഇവിടെ പൈ ബൈ 2 മൈനസ് തീറ്റ, ഇവിടെ പൈ ബൈ 2 മൈനസ് തീറ്റ, ഇവിടെ പൈ ബൈ 2 മൈനസ് തീറ്റ. നമുക്ക് തീറ്റ വേണ്ട ഭാഗത്തൊക്കെ പൈ ബൈ 2 മൈനസ് തീറ്റയാണ്. അപ്പോൾ ആൻസർ നമുക്ക് ഡയറക്റ്റ്ലി 1 എന്ന് എഴുതാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈക്വൽസ് 1. പക്ഷേ ക്വസ്റ്റ്യനിൽ ഇതല്ല. ഇനി ക്വസ്റ്റ്യനിൽ ഓരോന്നും നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ താഴെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് കറക്റ്റാണ്, പൈ ബൈ 2 മൈനസ് തീറ്റ തന്നെയാണ്. ഇനി തീറ്റ ടെൻസ് ടു പൈ ബൈ 2 എന്നുള്ളത് മാറ്റണം. തീറ്റ ടെൻസ് ടു പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ പൈ ബൈ 2നെ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ തീറ്റ മൈനസ് പൈ ബൈ 2 ടെൻസ് ടു 0 എന്നാകും. ഓക്കെ, തീറ്റ മൈനസ് പൈ ബൈ 2 ടെൻസ് ടു 0 രണ്ട് സൈഡിൽ ഞാൻ നെഗറ്റീവ് എടുക്കുകയാണ്. അപ്പം നെഗറ്റീവ് തീറ്റ മൈനസ് പൈ ബൈ 2 ടെൻസ് ടു 0, നെഗറ്റീവ് 0, നെഗറ്റീവ് 0, നെഗറ്റീവ് 0 എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. ഇനി ഈ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് തീറ്റ പ്ലസ് പൈ ബൈ 2 ടെൻസ് ടു 0. ആ ഓർഡർ ഒന്ന് മാറ്റുകയാണെങ്കിൽ പൈ ബൈ 2 മൈനസ് തീറ്റ ടെൻസ് ടു 0 എന്നാകും. അപ്പോൾ തീറ്റ ടെൻസ് ടു 0 മീൻസ് പൈ ബൈ 2, സോറി, തീറ്റ ടെൻസ് ടു പൈ ബൈ 2 മീൻസ് തീറ്റ ടെൻസ് ടു പൈ ബൈ 2 മീൻസ് പൈ ബൈ 2 മൈനസ് തീറ്റ ടെൻസ് ടു 0. അപ്പോൾ ക്വസ്റ്റ്യനിലുള്ള തീറ്റ ടെൻസ് ടു പൈ ബൈ 2നെ നമുക്ക് മാറ്റാം, പൈ ബൈ 2 മൈനസ് തീറ്റ ടെൻസ് ടു 0 എന്നാക്കാം. കോസ് തീറ്റ ബൈ പൈ ബൈ 2 മൈനസ് തീറ്റ.
ഇനി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് കോസ് തീറ്റേനെ സൈനിലേക്കാണ്. നമുക്കൊരു കാര്യം അറിയാം, സൈൻ π/2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 90 മൈനസ് തീറ്റ എന്നല്ലേ. 90 മൈനസ് തീറ്റ, 90 ഡിഗ്രി മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരും. 1 × 90 മൈനസ് തീറ്റ ആയതുകൊണ്ട് ഇതിനെ 1 × 90 മൈനസ് തീറ്റ നമുക്ക് എഴുതാം. ഓക്കെ, അത് ഒറ്റ സംഖ്യ ഇൻറ്റു 90 ആണ്. അപ്പോൾ സൈൻ കോസിലേക്ക് മാറും, കോസ് തീറ്റ. ഓക്കെ, കോസ് തീറ്റ അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്, അതുകൊണ്ട് തന്നെ സൈനിന് ചേഞ്ച് ഒന്നുമില്ല, പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എന്ത് മനസ്സിലായി? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ π/2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ π/2 മൈനസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇതും ക്വസ്റ്റ്യനിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ലിമിറ്റ് π/2 മൈനസ് തീറ്റ ടെൻസ് ടു 0, കോസ് തീറ്റയ്ക്ക് പകരം സൈൻ π/2 മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ π/2 മൈനസ് തീറ്റ. ഇപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ആയിട്ടുണ്ട്. നോക്കൂ, ഇവിടെ π/2 മൈനസ് തീറ്റ, ഇവിടെ π/2 മൈനസ് തീറ്റ, ഇവിടെ π/2 മൈനസ് തീറ്റ. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈക്വൽസ് 1 ആണ്. അപ്പോൾ അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻസർ ഈക്വൽസ് 1 ആണ്. ഓക്കെ, അതായത് ഈ ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്തു. നമ്മൾ ഇനി നെക്സ്റ്റ് കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 4 തീറ്റ പ്ലസ് സൈൻ 6 തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 6 തീറ്റ എന്നാണ്. നമുക്കറിയാവുന്ന ട്രിഗ്നോമെട്രിയുടെ ലിമിറ്റ് ഞാൻ ഒന്നുകൂടെ എഴുതാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈക്വൽസ് 1 ആണ്. അപ്പോൾ തീറ്റ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ 6 തീറ്റയാണ്. ഈ 6 തീറ്റ എന്നുള്ളത് 4 തീറ്റയിലും ഡിഫറെൻ്റ് ആണ്. 4 തീറ്റ 6 തീറ്റ ഒരുമിച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. 4 തീറ്റയാണ് വരുന്നതെങ്കിൽ അടിയിലും 4 തീറ്റ തന്നെ വേണം. ഇനി 2 തീറ്റയുടെ അടിയിൽ 6 തീറ്റ എഴുതാന്ന് വെച്ചാലും നമുക്ക് 6 തീറ്റയാണ് വരുന്നത്. 2 തീറ്റയുടെ അടിയിൽ 2 തീറ്റ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് രണ്ടും അങ്ങനെ എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ്റെ പുറത്തേക്ക്, ലിമിറ്റിൻ്റെ പുറത്തേക്ക് തന്നെ 1/6 എടുക്കുകയാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 4 തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ. 1/6 പുറത്തുണ്ട്. ഇനി ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. ഇത്രയും ഭാഗത്തിനും ലിമിറ്റ് കൊടുക്കാം. അതായത് ഈ സൈൻ തീറ്റ ബൈ തീറ്റ ഇത്രയും ലിമിറ്റ് കൊടുക്കാം. ബാക്കിയുള്ളതിനും ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ തീറ്റ രണ്ടിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 4 തീറ്റ ബൈ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ ബൈ തീറ്റ. തീറ്റ രണ്ടിനും സ്പ്ലിറ്റ് ചെയ്തു. ഈ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. 1/6 ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 4 തീറ്റ ബൈ തീറ്റ പ്ലസ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 2 തീറ്റ ബൈ തീറ്റ. അപ്പോൾ ഇനി നമുക്കറിയാം സൈൻ 4 തീറ്റ ബൈ തീറ്റ എന്ന് എഴുതുന്നതിന് പകരം സൈൻ 4 തീറ്റ ബൈ 4 തീറ്റ ആണെങ്കിലോ നമുക്ക് ഈക്വൽസ് 1 കൊടുക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ അല്ലേ 1. ലിമിറ്റ് 4 തീറ്റ ടെൻസ് ടു 0 സൈൻ 4 തീറ്റ ബൈ 4 തീറ്റയും 1 തന്നെയാണ്. ഓക്കെ, അതുപോലെ നമുക്ക് മാറ്റി എഴുതാം. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ 4 തീറ്റ ടെൻസ് ടു 0 ആണെന്ന് നമ്മൾ മുമ്പ് കണ്ടു. വ്യത്യാസമൊന്നുമില്ല. സൈൻ
4 തീറ്റ ബൈ തീറ്റ. തൽക്കാലം ഞാൻ അങ്ങനെ എഴുതാണ്. ഇനി ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. 2 തീറ്റ ടെൻസ് ടു 0. തീറ്റ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ 2 തീറ്റ ടെൻസ് ടു 0 എന്ന് തന്നെയാണ്. സൈൻ 2 തീറ്റ ബൈ തീറ്റ. ഇനി ഈക്വൽസ് 1/6 ഇൻറ്റു താഴെ ഒരു 4 തീറ്റയുടെ കുറവില്ലേ ഇവിടെ. അപ്പോൾ അവിടെ 4 ഇടുകയാണെങ്കിൽ ഇവിടെയും 4 ഇടണം. ഇൻറ്റു 4 ഇടണം. ഓക്കെ. അപ്പോൾ അങ്ങനെ എഴുതാം. ലിമിറ്റ് 4 തീറ്റ ടെൻസ് ടു 0 സൈൻ 4 തീറ്റ ഇൻറ്റു 4 ഞാൻ കൊടുത്തു ബൈ 4 തീറ്റ എന്ന് എഴുതി. പ്ലസ് ലിമിറ്റ് 2 തീറ്റ ടെൻസ് ടു 0 സൈൻ 2 തീറ്റ ഇൻറ്റു 2 എന്ന് എഴുതണം ഡിവൈഡഡ് ബൈ 2 തീറ്റ. അപ്പോൾ അടിയിൽ 2 തീറ്റ ആവുന്നതിന് എഴുതുന്നതിന് ന്യൂമറേറ്ററിലും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതാം. 1/6 ഇൻറ്റു ലിമിറ്റ് 4 തീറ്റ ടെൻസ് 0 സൈൻ 4 തീറ്റ ബൈ 4 തീറ്റക്ക് പകരം 1 ഇൻറ്റു 4 എന്ന് എഴുതാം. പ്ലസ് ലിമിറ്റ് 2 തീറ്റ ടെൻസ് 0 സൈൻ 2 തീറ്റ ബൈ 2 തീറ്റയ്ക്ക് പകരം 1 ഇൻറ്റു ഇവിടെ ഒരു 2 കൂടെ ഉണ്ട്. 1 ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ ആൻസർ 1/6 ഇൻറ്റു 1 ഇൻറ്റു 2 സോറി 1 ഇൻറ്റു 4 4 പ്ലസ് 2 1/6 ഇൻറ്റു 6 6 ക്യാൻസൽ ആയപ്പോൾ ആൻസർ 1. ഇത് റെപ്പിറ്റേഷൻ ആണ്, അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വേണ്ട രീതിയിൽ മാറ്റി എഴുതലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് 2x ബൈ എക്സ് സ്ക്വയർ. ഒരു ട്രിഗ്നോമെട്രിക് റിസൾട്ട് ഞാനിവിടെ എഴുതുകയാണ്. 1 മൈനസ് കോസ് 2x ഈക്വൽസ് സൈൻ സ്ക്വയർ എക്സ്. ഇത് നമ്മൾ ട്രിഗ്നോമെട്രിയുടെ മൊഡ്യൂളിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനതിവിടെ എടുത്ത് എഴുതാൻ പോവുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് 2xന് പകരം സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ എന്നെഴുതാം. ഇതിന് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ്. ഞാൻ അറിയാവുന്ന, അതായത് ആവശ്യമുള്ള രീതിയിലാണ് എഴുതിയേക്കുന്നത്. എങ്ങനെയാണെന്ന് പറയാം. നമുക്ക് അറിയാവുന്ന ട്രിഗ്നോമെട്രിക് ലിമിറ്റിൻ്റെ ഫോർമുലയുടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. ഓക്കെ, ആ കാര്യം ഇവിടുന്ന് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഒരു തവണ ലിമിറ്റ് കൊടുത്തു. അപ്പോൾ 2 ഫംഗ്ഷൻ ഉണ്ട് സൈൻ എക്സ് ബൈ എക്സ് 2 തവണ വന്നിട്ടുണ്ട്. ആ 2നും നമ്മൾ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ രണ്ടാമത്തെ അതിലും ലിമിറ്റ് കൊടുക്കുകയാണ് സൈൻ എക്സ് ബൈ എക്സ്. അപ്പോൾ ഇതിന് എന്തെഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സിന് 1 കൊടുത്തു. ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സിനും 1 കൊടുത്തു. 1 ഇൻറ്റു 1 ഈക്വൽസ് 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ കോസ് തീറ്റ ബൈ തീറ്റ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അറിയാവുന്ന റിസൾട്ടിനെ പറ്റി ആദ്യം ആലോചിക്കുക. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റയാണ് 1. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റയുടെ അടിയിലേക്ക് തീറ്റേനെ കൊണ്ടുവരാം. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ബൈ തീറ്റ പിന്നെ ഒരു കോസ് തീറ്റ ഉണ്ട്. നമുക്ക് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ബൈ തീറ്റ ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ. ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ കാര്യം സൈൻ 3 തീറ്റയുടെ അടിയിലേക്ക് തീറ്റ കൊണ്ടുവന്നത് കൊണ്ടാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യം തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, സൈൻ 3 തീറ്റ ഇൻറ്റു കോസ് തീറ്റ
അങ്ങനെ നിങ്ങളത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ. ഇനി ആദ്യത്തെ ഈ പാർട്ടിൽ ട്രിഗ്നോമെട്രിക് ഫോർമുല ഉണ്ടല്ലോ, ലിമിറ്റ് തീറ്റ ടെൻസ് 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈക്വൽസ് 1. അത് അപ്ലൈ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. എപ്പോഴും ഞാൻ പറയാറുണ്ട്, തീറ്റ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഈ 3 തീറ്റ നോക്കുക. നമുക്ക് ആവശ്യമുള്ളത് 3 തീറ്റ ടെൻസ് ടു 0 എന്നല്ലേ, അതങ്ങ് മാറ്റാം. തീറ്റ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ 3 തീറ്റ ടെൻസ് ടു 0 എന്ന് തന്നെയാണ്. ഓക്കെ, അത് മാറ്റാം. ലിമിറ്റ് 3 തീറ്റ ടെൻസ് ടു 0. ഇനി സൈൻ 3 തീറ്റ ബൈ തീറ്റ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ. ഇതിന് ചേഞ്ച് ഒന്നുമില്ല. ഇനി സൈൻ 3 തീറ്റ ബൈ 3 തീറ്റ ആണെങ്കിലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 3 തീറ്റ ഇൻറ്റു 3 ചെയ്യാം, തീറ്റ ഇൻറ്റു 3 ചെയ്യാം. തീറ്റ ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 3 തീറ്റ. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്തത്? സൈൻ 3 തീറ്റ ഇൻറ്റു 3 ബൈ 3 തീറ്റ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ലിമിറ്റ് ഇങ്ങനെ എഴുതി, ലിമിറ്റ് 3 തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ബൈ 3 തീറ്റ ഇൻറ്റു 3 ഇതുണ്ട്, മൾട്ടിപ്ലൈഡ് ബൈ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ. അപ്പോൾ ഇത്രയും ഭാഗത്തിൽ നമുക്ക് 1 എന്ന് എഴുതാം. 1 ഇൻറ്റു 3 ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ. ഓക്കെ, എന്ന് വെച്ചാൽ 3 ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയ്ക്ക് ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അതായത് തീറ്റയ്ക്ക് തീറ്റയുടെ ലിമിറ്റായിട്ടുള്ള 0 അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ കോസ് 0 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആണ്. അപ്പോൾ 3 ഇൻറ്റു 1 ഈക്വൽസ് 3. ഓക്കെ ആണല്ലോ.